തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നുൾപ്പെടെ മാലിന്യം അടിയന്തരമായി നീക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനം. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കർശന നടപടി സ്വീകരിക്കും. ആമയിഴഞ്ചാൻ തോട്ടിൽ മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ മാതാവിന് നഷ്ടപരിഹാരം നൽകണമെന്ന് മുഖ്യമന്ത്രി റെയിൽവേയോട് ആവശ്യപ്പെട്ടു. റെയിൽവേ പരിധിയിലെ ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയ് മുങ്ങിമരിച്ച സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചത്. യോഗത്തിലാണ് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ തീരുമാനം. പോലീസിന്റെയും കോർപ്പറേഷന്റെയും നിരീക്ഷണ സംവിധാനം കർശനമാക്കും. അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്നവർക്കെതിരെയും നടപടിയുണ്ടാകും. നടപടികളെ ഏകോപിപ്പിക്കാൻ സബ് കളക്ടറെ സ്പെഷ്യൽ ഓഫീസറായി നിയോഗിക്കും. പൊതുനിരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യാനും തീരുമാനമെടുത്തു. പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കുന്ന 40 AI ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനമായി. ജോയിയുടെ അമ്മയ്ക്ക് ധനസഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ റെയിൽവേയോട് ആവശ്യപ്പെട്ടു. മേലധികാരികളോട് ചോദിച്ചിട്ട് മറുപടി നൽകാമെന്ന് ഡിവിഷണൽ മാനേജർ മറുപടി നൽകി. ജോയ് മുങ്ങിമരിച്ച സ്ഥലത്തെ മാലിന്യ നീക്കം റെയിൽവേയുടെ ഉത്തരവാദിത്തമാണെന്ന് ചൂണ്ടിക്കാട്ടി CPIM തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കത്തിൽ നഗരസഭ പരാജയപ്പെട്ടു എന്നാരോപിച്ച് BJP നഗരസഭയിലേക്കും പ്രതിഷേധം സംഘടിപ്പിച്ചു. മേയറുടെ രാജിയടക്കം BJP ആവശ്യപ്പെടുന്നു. #24 തിരുവനന്തപുരം.